19ാമത്തെ വയസ്സിലാണ്. ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ടിറങ്ങുന്നതിന്റെ 19ാമത്തെ വയസ്സിലാണ്. അന്ന് ഞാൻ ഹൈസ്കൂളിൽ ടീച്ചറായിരുന്നു. 8 മാസമേ പഠിപ്പിച്ചുള്ളൂ. 8 മാസമേ പഠിപ്പിച്ചുള്ളൂ. അപ്പോൾ കർത്താവ് എന്നെ വേലയ്ക്കായി വിളിച്ചു. ഞാൻ ആരെ അയക്കുന്നു? 6 എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. 6 എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ആമേൻ. കർത്താവിന് വേലയ്ക്ക് ആളില്ലാത്തതിന്റെ വിളിയാണ് കേട്ടത്. കർത്താവിന് വേലയ്ക്ക് ആളില്ലാത്തതിന് വിളിയാണ് കേട്ടത്. കർത്താവേ, അടിയനെ മതിയെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇറങ്ങി വരാൻ പറഞ്ഞു. എന്റെ ജോലി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യു റിസൈൻ യുവർ ജോബ്, രാജിവെക്കാൻ പറഞ്ഞു. അന്നേരം പേര് കടലാസെടുത്ത് ഞാൻ ജോലി രാജിവെച്ചു. ഒരു പ്രവാചകനെ കണ്ട് ചോദിച്ചിട്ടാണെന്ന് വിചാരിച്ചില്ല. രണ്ട് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണെന്ന് വിചാരിച്ചില്ല. കർത്താവിന്റെ വിളി കേട്ടു. ആ സെക്കൻഡ് ഞാൻ അവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. 40 വർഷമായി ഞാൻ കർത്താവിന്റെ വേലയിലായിരുന്നു. 40 വർഷമായി ഞാൻ കർത്താവിന്റെ വേലയിലായിരുന്നു. അനേക പ്രതികൂലങ്ങൾ കൂടെ കടന്നു. വിശ്വാസ സേവനത്തിന്റെ 10 വർഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. 5 പൈസയുടെ ഒരു പോസ്റ്റ് കാർഡിന് വേണ്ടി കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ദിവസങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. 5 പൈസയുടെ പോസ്റ്റ് കാർഡിന് വേണ്ടി കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കിയ ദിവസങ്ങളുണ്ട്. അനേക കൈപ്പേറിയ അനുഭവങ്ങളുടെ കർത്താവിനെ കടത്തിവിട്ടു. പക്ഷെ എനിക്കൊന്ന് ഇന്ന് രാത്രി പറയാൻ കഴിയും. അപ്പനും ചേർത്തോളാനില്ലാത്ത ദിവസങ്ങളിൽ, അപ്പനും അമ്മയും ചേർത്തുകൊള്ളുവാനില്ലാത്ത ദിവസങ്ങളിൽ വിളിച്ചിറക്കിയവൻ അനാഥനായിട്ട് വിട്ടുകളഞ്ഞിട്ടില്ല. അവൻ എന്നെ ഉടുപ്പിച്ചു. വെട്ടിയിട്ടില്ലാത്ത കിണറുകൾ എന്നെ കുടിപ്പിച്ചു. ഞാൻ നട്ടിട്ടില്ലാത്ത ഞാൻ ഭക്ഷിച്ചു. ഞാൻ നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. എന്റെ കുടുംബജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുണ്ടായി. 2 കുഞ്ഞുങ്ങളാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ ജനിച്ചപ്പോൾ ഒരു തീരാവ്യാധിയുമായിട്ടാണ് ജനിച്ചത്. ദീനത്തിന്റെ പേര് ഹൈഡ്രോകെഫാലസ് എന്ന് പറയും. തലയിൽ വെള്ളം കെട്ടി തലവീക്കം എന്ന് പറയും. ദീനത്തിന്റെ പേര് ഹൈഡ്രോകെഫാലസ് എന്ന് പറയും. തലയിൽ വെള്ളം കെട്ടി വീങ്ങുക. ആമേൻ. അതിന് യാതൊരു മെഡിക്കലായിട്ട് യാതൊരു റെമഡിയും ഇല്ല. അതിന് മെഡിക്കലായിട്ട് യാതൊരു പരിഹാരവും. ഞാൻ അവനെ വലിയ ഡോക്ടർ ചാണ്ടിയെ കൊണ്ടുപോയി കാണിച്ചു. കൊണ്ട് കാണിച്ചു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഇത് വളരെ കൂടിപ്പോയി. ഈ വെയിറ്റിൽ വളർന്നാൽ 2 വയസ്സ് വരെ കിടന്നേക്കും. ഈ രീതിയിൽ വളർന്നാൽ 2 വയസ്സ് വരെ കിടന്നേക്കും. അതുവരെ വല്ലതൊക്കെ കൊടുക്കാൻ നോക്കുന്നു പറഞ്ഞു. അതുവരെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കാന്ന് പറഞ്ഞു. ഒരു പറ്റമ്മയായി എനിക്കൊരു ആശ്വാസം ഡോക്ടർ പറഞ്ഞു തന്നാൽ 2 വയസ്സ് വരെ കിടക്കുള്ളൂ, അത് കഴിഞ്ഞ് മരിച്ചു പൊക്കോളൂ എന്ന്. എന്നെ ഒരു പറ്റമ്മയായി എനിക്ക് ഡോക്ടർ ആശ്വാസമായിട്ട് പറഞ്ഞാൽ 2 വയസ്സ് വരെ ഇങ്ങനെ കിടക്കത്തുള്ളൂ, കഴിഞ്ഞ് മരിച്ചു പോകും. ഞാൻ എന്നെ കൊണ്ട് വീട്ടിൽ വന്ന ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിനെ കൊണ്ട് വീട്ടിൽ വന്ന ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനോട് പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു നീ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എന്റെ വിശ്വാസം കത്തി. ഞാൻ 5 ഔൺസ് പാലെടുത്ത് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ കുടിക്കാൻ പറഞ്ഞു. ഞാൻ 5 ഔൺസ് പാലെടുത്ത് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ കുടിക്കാൻ പറഞ്ഞു. അത് മുഴുവൻ കുടിച്ചു. 8 ഔൺസായിട്ട് ഛർദ്ദിച്ചു. അന്ന് രാത്രി 17 പ്രാവശ്യം പാല് കൊടുത്തു. 17 പ്രാവശ്യം പാല് കൊടുത്തു. 17 പ്രാവശ്യം ഛർദ്ദിച്ചു. 17 പ്രാവശ്യം ഛർദ്ദിച്ചു. ഒറ്റത്തുള്ളി പാല് പോലും വയറ്റിൽ തങ്ങിയിട്ടില്ല. എനിക്ക് വളരെ ദുഃഖം തോന്നി. എന്റെ കുഞ്ഞ് വെളുപ്പിനായപ്പോൾ മയങ്ങിപ്പോയി. ഞാൻ പിശാചിന്റെ വ്യക്തമായിട്ട് അടുത്തു വന്നു. ഇതാണോ യേശുവിന്റെ നാമം വലിയ രോഗശാന്തിയുടെ നാമമാണെന്നൊക്കെ പറയുന്നത്? 5 ഔൺസ് പ്രാർത്ഥിച്ചു കൊടുത്തപ്പം 8 ഔൺസ് ഛർദ്ദിച്ചല്ലോ. 5 ഔൺസ് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോ 8 ഔൺസ് ഛർദ്ദിച്ചില്ലേ? ഇത് ഭയങ്കര രോഗശാന്തിയാണല്ലോ. ഞാൻ പറഞ്ഞു ഭോ പിശാചി, എന്റെ പൈതൽ മരിക്കുകയോ ജീവിക്കുകയോ ചെയ്തിട്ട് നിനക്കെന്താ? നീ തന്നതല്ലല്ലോ. മരിച്ചാൽ എനിക്കൊരു നഷ്ടവുമില്ല. ഞാനും കർത്താവുമായിട്ട് തീർത്തോളാം. അപ്പോഴേക്ക് അവനെ വിട്ടുപോയി. എങ്കിലും ആ ചോദ്യം എന്റെ മനസ്സിൽ നിന്നു. ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്റെ പൈതൽ സൗഖ്യമാകാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് പറഞ്ഞു യു സ്റ്റാർട്ട് പ്രൈസിംഗ് ദി ലോർഡ് അഗൈൻ. വീണ്ടും ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ആ കൊച്ചിനെ ഇങ്ങനെ പൊക്കി പിടിച്ചു. ഇത്രയേ ഉള്ളൂ. ഈ എലിക്കുഞ്ഞ് പോലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് എന്നെ സ്തുതിക്കാനാണ്. ഞാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു എലിക്കുഞ്ഞിനെ നോക്കിയിട്ടല്ല എന്നെ കണ്ടുകൊണ്ട് സ്തുതിക്കാൻ. വാക്കുമാറാത്ത ദൈവം. കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഇട്ടേച്ചു പോകുന്നവൻ, നരക്കുവോളം ചുമക്കുന്നവൻ, പ്രാർത്ഥന കേൾക്കുന്നവൻ, വിശ്വസ്തന്മാരോട് ഞാൻ വിശ്വസ്തൻ. അതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാം. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ സ്തുതിക്കുതോറും കുഞ്ഞു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. 1.5 വർഷം 18 മാസം എന്നെ കൊണ്ട് സ്തുതിപ്പിച്ചു. ഓതി പിള്ള കിറിഞ്ചി എന്ന് പറഞ്ഞ പോലെ എന്റെ കുഞ്ഞു മരണത്തിലേക്ക് നീങ്ങിയ ആമേൻ. ഞാൻ അപ്പോഴും സ്തുതിച്ചോണ്ടിരിക്കുക. ആമേൻ. ഒരു ദിവസം കർത്താവ് അവനെ സൗഖ്യമാക്കി.
ഇന്ന് അവന് 30 വയസ്സ് പ്രായമുണ്ട്. ഇന്ന് അവന് 30 വയസ്സ് പ്രായമുണ്ട്. ഡോക്ടറോട് പറഞ്ഞവനെ കിട്ടാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു അവനെ കിട്ടാതിരിക്കാൻ നല്ലത്. കാരണം വളരുകയില്ല, ബുദ്ധിയും കാണുകയില്ല, പഠിക്കാനൊക്കത്തില്ല, ഇഡിയറ്റ് ആയിരിക്കും, ബുദ്ധി മന്ദീഭവിച്ചതായിട്ട് കുഞ്ഞായിരിക്കും. അതുകൊണ്ട് കിട്ടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലഭിക്കാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്ന് രാത്രി ഇപ്പം 6 അടി 1 ഇഞ്ച് പൊക്കമുണ്ട്. ഇന്ന് രാത്രി 6 അടി 1 ഇഞ്ച് പൊക്കമുണ്ട്. ഇനിയും പൊക്കം വെക്കല്ലേന്ന് എന്റെ പ്രാർത്ഥന. അത്രയും പൊക്കം മതി. പിന്നെ വളർച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. MBBS പാസ്സായി, MS ജനറൽ സർജറി ഫസ്റ്റ് റാങ്ക് പാസ്സായി, അതിന്റെ മുകളിലോട്ടുള്ള MCH പഠിച്ചു കഴിഞ്ഞു. ന്യൂറോ സർജനായിട്ട് വെല്ലൂർ ആശുപത്രി ജോലി ചെയ്യാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ പിശാചിനോട് പറയും, നോക്ക് പിശാചി, കർത്താവ് വലിയവനാണെന്നോ, ജീവിക്കുന്നോ നോക്ക്, രോഗശാന്തി ഉണ്ടോ നോക്ക്. പിന്നെ അവൻ മിണ്ടത്തില്ല. കാരണം 6 അടി 1 ഇഞ്ചുള്ള ചെറുക്കൻ നടക്കുകയില്ലയോ. കർത്താവ് പോരാത്തവനെന്ന് പറയാൻ ഒക്കുവോ? പറയാനവൻ പറ്റുമോ? എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രഹവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രഹവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ജോലി തന്നെ, സാധു ഞാനീ ജോലി തന്നെ, ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഒരു കാര്യവുമില്ല. കാരണം ഞങ്ങളുടെ സഭയിൽ 40% ഹൈന്ദവ മാർക്കറ്റിൽ നിന്നുള്ള വിശ്വാസികളാണ്. ഞങ്ങളുടെ സഭയിൽ 40% ഹൈന്ദവ മാർക്കറ്റിൽ നിന്നുള്ള വിശ്വാസികളാണ്. സാധാരണ സഭകളിൽ പെറ്റുവരികയാണ് സഭ വലുതാകുന്നത്. ജാതികളുടെ സമ്പത്ത് ഒഴുകുമെന്നാണ് ഞങ്ങളുടെ സഭ വലുതാകുന്നത്. എന്താ കാര്യമെന്നറിയാമോ? അമ്പലത്തിന്റെ പടി കയറി കുഴഞ്ഞവര്, പൂവങ്കോടിന്റെ ചോര ചൂടോടെ കുടിച്ചിട്ടും ഭൂതം വിട്ടു പോകാഞ്ഞവര്, മന്ത്രോച്ചാരണത്താൽ രക്ഷ കിട്ടാഞ്ഞവര്, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചവർ കർത്താവിനെ ആരാധിക്കുന്നു. കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണിയായി ഇന്നും അവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാലം സഹോദരി തീർന്നു പോയിട്ടില്ല. ഈ രോഗിയായി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. മെഡിക്കൽ കോളേജിന്റെ 7 ആഴ്ച ജീവിതം വിധിച്ച സഹോദരിയുടെ സഭയിലുണ്ട്. മെഡിക്കൽ കോളേജ് 7 ആഴ്ച മാത്രം ജീവിതം വിധിച്ച സഹോദരി ഞങ്ങളുടെ സഭയിലുണ്ട്. അവർക്ക് സൗഖ്യം വന്നിട്ടിപ്പോൾ 7 വർഷമായി കഴിഞ്ഞു. അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും സ്നാനപ്പെട്ട് കർത്താവിനെയാണ്. അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും സ്നാനപ്പെട്ട് അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. ദൈവം ഇന്നും നമ്മുടെ കേരളത്തിൽ അവനെ കാണാൻ രാത്രി കർത്താവ് കണ്ണിനെ തുറക്കട്ടെ. അവനെ കാണുവാൻ കർത്താവിനെ കണ്ണിന് രാത്രി